നമ്മളിപ്പോൾ ഉള്ളത് ഓച്ചിറ ക്ഷേത്രമുറ്റത്താണ്. ഇവിടെ കർക്കിടകം 1 മുതൽ മഹാ അന്നദാനമാണ് നടക്കുന്നത്. കർക്കിടകം 31 വരെ. ആ അന്നദാന പന്തലിന്റെ ഫ്രണ്ടിലായിട്ടാണ് ഇപ്പോൾ. അന്നത്തെ ഭരണാധികാരികള് തുടങ്ങിയ ഒരു പ്രക്രിയയാണ് ഈ കർക്കിടക മാസത്തിലെ സദ്യ. അന്ന് ഏതാണ്ട് ഒരു 50 കിലോ അരി ആയിരുന്നു അന്ന് വെച്ചിരുന്നത്. എന്നിട്ട് കർക്കിടക മാസം മുഴുവൻ ആളുകൾക്ക് സദ്യ കൊടുത്തിരുന്നു. അതിനുശേഷം കാലങ്ങൾ നീങ്ങുന്നതനുസരിച്ച് ഇത് വീണ്ടും വളർന്നു വലുതായി വന്നു. ഇന്ന് ഏതാണ്ട് ഒരു ദിവസം 1300 മുതൽ 1500 വരെ കിലോ അരി വച്ചിട്ടാണ് കർക്കിടക സദ്യ നടത്തുന്നത്. വിഭവസമൃദ്ധമായ സദ്യയാണ് ഇവിടെ നടത്തുന്നത്. സാമ്പാറ്, അവിയല്, തോരൻ, അല്ലെങ്കിൽ പച്ചടി, മോര്, രസം, ഉപ്പിലിട്ടത്, പായസം. എല്ലാ ദിവസവും പായസം കൊടുക്കും. ആ പ്രക്രിയയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി വാങ്ങിയിട്ട് ഒരു മുരളിപ്പിള്ള എന്ന് പറയുന്ന ഒരാള് അന്ന് 50 കിലോ അരി വെച്ച കാലം മുതൽ ഇന്നോളം ദിവസവും ഈ സദ്യ നടത്തുന്നത് അങ്ങേരുടെ നേതൃത്വത്തിലുള്ള ടീമാണ് പാചകം ചെയ്യുന്നതും വിളമ്പുന്നതും അതിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നതും. ഇപ്പോൾ ഓച്ചിറ അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലാണ്. ജസ്റ്റിസ് കെ രാമകൃഷ്ണനാണ് അഡ്മിനിസ്ട്രേറ്റർ. അതുകൂടാതെ ശ്രീ മോഹനചന്ദ്രൻ റിട്ടയർഡ് ഡിസ്ട്രിക്ട് ജഡ്ജി, പിന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന അഡ്വക്കേറ്റ് രമണൻപിള്ള, ഇവരെല്ലാം ഇതിൻ്റെ ബോർഡിലുള്ളതാണ്. ഞാനും അതിനകത്ത് അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നു. ഇതനുസരിച്ചിട്ടാണ് ഇവിടെ ഈ ആളുകളെ ഞങ്ങൾ 11:30 മണിക്ക് ഇത് തുടങ്ങും. ആദ്യമേ ഇവിടെ അഗതി മന്ദിരത്തിലുള്ള അന്തേവാസികളുണ്ട്. അവരിവിടെ വന്ന് ആദ്യമേ അവർക്ക് ഭക്ഷണം വിളമ്പും. അത് കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് അങ്ങ് തുടങ്ങുക ചെയ്യുന്നത്. 11:30 തുടങ്ങുന്നത് കൊണ്ട് ക്യൂ ഏതാണ്ട് ഒരു 2-2:30 ആകുമ്പോഴത്തേക്ക് ക്യൂ ഏതാണ്ട് തീരുന്ന മട്ടാകും. അത്രയും സമയം 3 കൗണ്ടറിലാണ് ഞങ്ങൾ ഒരേ സമയം വിളമ്പുന്നത്. ഇത് കൂടാതെ ഒരു മിനി കൗണ്ടറും ഉണ്ട്. ആവശ്യക്കാർക്ക് വീണ്ടും സാമ്പാറും അതുപോലെ തന്നെ രസവും മോരും ചോറും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ വരുന്നതിൽ ഒരു നല്ല ശതമാനം ആളുകൾ പാത്രവുമായിട്ട് വരും. അവരതിനകത്തും ഭക്ഷണം വാങ്ങി കൊണ്ടുപോകാറുണ്ട്. ഈ പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്.